മൈ നെയിം ഈസ് സാഫിർ കേസി. അമൽ കോളേജിലെ ലാസ്റ്റ് ഇയർ ബികോം സ്റ്റുഡന്റ് ആണ്. അപ്പോൾ എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സാലറിൻ്റെ ഡെഫിനിഷൻ ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ സാലറിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്ഷൻ 17 സബ്സെക്ഷൻ 1 പ്രകാരം സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയണത്. ഫസ്റ്റത്തേന്ന് പറഞ്ഞാൽ വേജസ് അഥവാ കൂലി. അതേപോലെ പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആനുവിറ്റി ഓർ പെൻഷൻ അഥവാ എന്തെങ്കിലും പെൻഷനോ അല്ലെങ്കിൽ ആനുവിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെ സാലറിയിൽ ഉൾക്കൊള്ളും. അതേപോലെ തന്നെ മൂന്നാമത് എനി ഗ്രാറ്റുവിറ്റി, അങ്ങനത്തെ എന്തെങ്കിലും ഗ്രാറ്റുവിറ്റീസ് എംപ്ലോയീസിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്. അതേപോലെ തന്നെ എനി ഫീസ് കമ്മീഷൻസ് പെർക്വിസൈറ്റ്സ് ഓർ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് ഓർ ഇൻ അഡീഷൻ ടു എനി സാലറി, അഥവാ എന്തെങ്കിലും കമ്മീഷൻസ് അതേപോലെ ഫീസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ഈ സാലറിയിൽ ഉൾപ്പെടും. ഇനി അടുത്തത് അഞ്ചാമത്തെന്ന് പറഞ്ഞാൽ എനി അഡ്വാൻസ് ഓഫ് സാലറി ബട്ട് നോട്ട് ലോൺ ഫോർ പർച്ചേസിങ് ബൈ എ കാർ, സൈക്കിൾ, സ്കൂട്ടർ ഓർ ഹൗസ് ETC. അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും സാലറി കിട്ടിക്കണമെങ്കിൽ അത് ഇതിൽ ഉൾപ്പെടും. എന്നാൽ വീട് അതേപോലെ കാറ്, സൈക്കിള്, സ്കൂട്ടർ ഇങ്ങനത്തെ ഒക്കെ വാങ്ങുന്നതിനുള്ള വായ്പ ഇതിൽ ഉൾപ്പെടില്ല. ഇനി അടുത്തത് ആറാമത്തെന്ന് പറഞ്ഞാൽ എനി പേയ്മെൻറ്റ് റിസീവ്ഡ് ബൈ ആൻ എംപ്ലോയി ഇൻ റെസ്പെക്റ്റ് ഓഫ് എനി പീരീഡ് ഓഫ് ലീവ് നോട്ട് അവൈൽഡ് ഓഫ് ബൈ ഹിം. അതെന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു എംപ്ലോയി അവധിക്കാലത്ത് അയാൾക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് കിട്ടിക്കണമെങ്കിൽ അതും ഇതിൽ ഉൾപ്പെടുന്നതാണ്, സാലറിയിൽ ഉൾപ്പെടുന്നതാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ദ ആനുവൽ അക്രഷൻ ടു ദി ബാലൻസ് അറ്റ് ദി ക്രെഡിറ്റ് ഓഫ് എനി എംപ്ലോയി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇതെന്ന് വെച്ചാൽ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് ഏതെങ്കിലും എംപ്ലോയിക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് കിട്ടിക്കണമെങ്കിൽ അതും സാലറി ഉൾപ്പെടുന്നതാണ്. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ടാക്സബിൾ പോർഷൻ ഓഫ് ദി ട്രാൻസ്ഫേർഡ് ബാലൻസ്, ഇതും സാലറിയിൽ ഉൾപ്പെടുന്നതാണ്. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ദ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദി ഗവൺമെൻറ് ഓർ അതർ എംപ്ലോയർ ഇൻ ദി പ്രീവിയസ് ഇയർ ടു ദി അക്കൗണ്ട് ഓഫ് ആൻ എംപ്ലോയി അണ്ടർ എ പെൻഷൻ സ്കീം നോട്ടിഫൈഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. അഥവാ എന്തെങ്കിലും ഗവൺമെൻറ്റോ അതോ ഏതെങ്കിലും എംപ്ലോയറോ അയാളെ ഇതിക്ക് എന്തെങ്കിലും പൈസ കൊടുത്ത് സംഭാവനകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും സാലറിയിൽ ഉൾപ്പെടുന്നതാണ്. ഈ 9 കാര്യങ്ങളാണ് സെക്ഷൻ 17 സബ്സെക്ഷൻ 1 പ്രകാരം സാലറിയിൽ ഉൾപ്പെടുന്നത്.